എഴുതുന്ന പോലത്തെ ഒരു വർക്കാണ്. ഓക്കെ, ക്ലാസ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും ചെയ്യാം. 7-2 7-22 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സൺഡേ ഒരു നൈറ്റ് 9 o'clock, അതിനുള്ളിൽ എല്ലാവരും 9 or 11 o'clock ആ ടൈമിനുള്ളിൽ എല്ലാവരും അപ്ലോഡ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ അപ്ലോഡ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല, അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിട്ട് പോകും ലിംബേഴ്സിൽ. ഓക്കെ, ആവശ്യത്തിന് സമയമുണ്ടെന്ന് വ്യാഴാഴ്ചയിലും വെള്ളി ശനി ഞായറുണ്ട് എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്തായിരുന്നു? ഇന്നലെ എന്താണ് ഡിസ്കസ് ചെയ്ത ലാസ്റ്റ്? എങ്കിലും ഓർമ്മയുണ്ടോ? വിഷ്ണു എന്തേലും ലാസ്റ്റ് പറഞ്ഞ? ഇന്നലെ ലാസ്റ്റ് എന്തേലും പറഞ്ഞു? മറ്റേ നോർമൽ ഷോക്ക് പിന്നെ മാക് നമ്പർ ഡൗൺ സ്ട്രീം കേസ്. മാക് നമ്പർ ഡൗൺ സ്ട്രീം അല്ലേ? അതായത് നോർമൽ ഷോക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലൂയിഡ് ഫ്ലോ പാരാമീറ്റേഴ്സ് ആണ്, ഫ്ലോ പാരാമീറ്റേഴ്സിൽ വരുന്ന വേരിയേഷൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഒരു സ്ട്രീമിന്റെ അപ്സ്ട്രീം കണ്ടീഷനിൽ എൻട്രി കണ്ടീഷനിലും എക്സിറ്റ് കണ്ടീഷനിലുള്ള ഫ്ലൂയിഡ് ഫ്ലോ പാരാമീറ്റേഴ്സ്. ഓക്കെ, നമ്മൾ ഇന്നലെ എന്ത് നോക്കി? ഡൗൺ സ്ട്രീം മാക് നമ്പർ നോക്കി. ദെൻ അതിനു വേണ്ടി എന്താ നോക്കിയ? റാൻഡിൽ മേയർ റിലേഷൻ എടുത്തു, റൈറ്റ്? ദെൻ നോക്കുന്ന വെലോസിറ്റി ആൻഡ് ഡെൻസിറ്റി റേഷ്യോ. ഇനി കുറെ അങ്ങോട്ടേക്ക് ഇതുപോലത്തെ ഡെറിവേഷൻസ് ആണ് കണ്ടിന്യൂസ്ലി. ഈ ഡെറിവേഷൻസ് ഒക്കെ മാറി മാറി ചോദിക്കുന്നുണ്ട്. പേര് ചോദിക്കുന്നൊന്നും ഗ്യാരണ്ടി ഇല്ലാത്തതുകൊണ്ടൊന്നും സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. സിലബസിൽ അങ്ങനെ ഡേറ്റ് പറയുന്നില്ലെങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഇങ്ങനെ ഓരോ ഡെറിവേഷൻസ് ആക്കിയിട്ട്. അങ്ങോട്ടേക്കുള്ളെല്ലാം ഒരു 2-3 ക്ലാസ് രണ്ട് ക്ലാസ് ഇനി ഡെറിവേഷൻസ് തന്നെയാണ് മെയിൻ ആയിട്ട്. അത് ശ്രദ്ധിക്കുക. സംഭവം എളുപ്പമാണ്, ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതാവുന്നതേ ഉള്ളൂ. അതിന്റെ തലപോലും ചിന്തിക്കാറുന്നില്ല, കുറെ സിംപ്ലിഫിക്കേഷൻ സോൾവിങ് ആണ്. പക്ഷെ ആദ്യം തന്നെ കാണുമ്പോൾ കുറച്ചൊന്ന് തലയിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. എന്നിട്ട് ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാതെ പ്രശ്നമുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ശരി. ബോറിംഗ് ആയിരിക്കും, ഡെറിവേഷൻ ആയതുകൊണ്ട് തന്നെ എടുത്തേ പറ്റും. ഡെറിവേഷൻ ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്തല്ലേ പറ്റും. അപ്പൊ വെലോസിറ്റി ആൻഡ് ഡെൻസിറ്റി റേഷ്യോ അങ്ങനെ കാര്യമായി ചോദിച്ചു കണ്ടില്ല, സിമ്പിൾ ആണ്. രണ്ട് സ്റ്റെപ്പില് ബാക്കിയൊക്കെയാണ് മാക് നമ്പറിന്റെ പ്രഷർ, ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചു കണ്ടില്ല. അങ്ങനെ സിലബസിലുള്ളതുകൊണ്ട് പറയുന്നുള്ളൂ, അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു കണ്ടില്ല. സോ വെലോസിറ്റി റേഷ്യോ ഓഫ് വെലോസിറ്റി അക്രോസ് എ നോർമൽ ഷോക്ക് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ഇക്വേഷൻ ഓഫ് എം സ്റ്റാർ. എം സ്റ്റാർ എന്താ നമ്മൾ പറഞ്ഞിട്ട്, പിന്നെ പ്രാൻഡിൽ മേയർ നമ്പർ റിലേഷൻ്റെ അകത്ത് പ്രാൻഡിൽ മേയർ റിലേഷൻ എന്തായിരുന്നു? V1 V2 എൻട്രി വെലോസിറ്റി, അപ്സ്ട്രീം ഡൗൺസ്ട്രീം വെലോസിറ്റീസ് നമ്മൾ കണക്ട് ചെയ്യുന്നതായിരുന്നു പ്രാൻഡിൽ നമ്പർ റിലേഷൻ എന്ന് പറയുന്നത്. പ്രാൻഡിൽ മേയർ റിലേഷൻ V1 V2 equal to A star square. ഓക്കെ, സോ V1 by V2 എടുത്തു, വെലോസിറ്റി റേഷ്യോ V1 by V2 എടുത്താൽ V1 വാല്യൂ താഴെയും വാല്യൂ അപ്സ്ട്രോം കൊടുത്തു, ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കൊടുത്തു. അതായത് എന്ത് സംഭവിച്ചു? equation will become V1 square divided by V1 V2. So V1 V2 എന്തായി? A star square ആയി. So V1 square divided by A star square എന്തായി? It will become M1 star square ആവും. Okay, M1 star square. Then M star നമ്മൾ ഓൾറെഡി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് M star സ്ക്വയറിന്. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള റെഫറൻസ് മാക് നമ്പർ ഒക്കെ പറയുമ്പോൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. ഗാമ പ്ലസ് 1 M1 സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 M1 സ്ക്വയർ പ്ലസ് 2. അതിലേക്ക് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിച്ചു. ഞാൻ വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിച്ചാൽ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്തായിരുന്നു? ρ1 V1 is equal to ρ2 V2 ആണ്, അല്ലെങ്കിൽ ρv equal to കോൺസ്റ്റന്റ് ആണ്. സോ വെലോസിറ്റി റേഷ്യോ കിട്ടിയാൽ അതിന് കറസ്പോണ്ടിങ്ങിന് നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി റേഷ്യോ കിട്ടും. വെലോസിറ്റി റേഷ്യോ കിട്ടിയാൽ കറസ്പോണ്ടിങ്ങിന് എന്ത് കിട്ടും? ഡെൻസിറ്റി റേഷ്യോ കിട്ടും. സോ ഡെൻസിറ്റി റേഷ്യോ is equal to ρ2 by ρ1 is equal to V1 by V2. V1 by V2 എന്തായിരുന്നു? ഗാമ പ്ലസ് 1 M1 സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 M1 സ്ക്വയർ പ്ലസ് 2. ഒരുവിധം എല്ലാ റേഷ്യോസ്, ഇപ്പൊ മാക് നമ്പറിന്റെ ഡൗൺസ്ട്രീം മാക് നമ്പർ കണ്ടുപിടിച്ചാൽ ആയിരം ഇനി അങ്ങോട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ റേഷ്യോ എല്ലാം ഓൾമോസ്റ്റ് എല്ലാം മാക് നമ്പറിന്റെ ടേംസിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. അതായത് ഇന്ത്യൻ മാക് നമ്പറിന്റെ ടേംസിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയും. ഓക്കെ,
ഇൻലെറ്റ് മാക്സിമം നമ്പർ അതായത് M1 ടേംസിലേക്ക് ബാക്കി ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഗ്യാസ് ടേബിൾ എടുത്ത് നോക്കി അതിനകത്ത് ഫൈനൽ ഇക്വേഷൻ എപ്പോഴും ഉണ്ടാകുക M1 മാക് നമ്പറിന്റെ ടേംസിലേക്ക് ഇക്വേഷൻസ് ആയിരിക്കും. ഓക്കെ, ഡെൻസിറ്റി റേഷ്യോ ρ2/ρ1 is equal to gamma plus 1 M1 square divided by gamma minus 1 M1 square plus 2 വരും. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ട് വെലോസിറ്റി റേഷ്യോ വരും. ഇനി പ്രഷർ റേഷ്യോ അക്രോസ് ദ നോർമൽ ഷോക്ക്. പ്രഷർ റേഷ്യോ മീൻസ് ഇതിന്റെ അപ്സ്ട്രീം പ്രഷറും ഡൗൺസ്ട്രീം പ്രഷറും തമ്മിലുള്ള റിലേഷൻ, അതെങ്ങനെ എത്രത്തോളം വേരിയേഷൻ ഉണ്ടാകുന്നു. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട പ്രഷർ ഷോക്ക് മീൻ നോർമൽ ഷോക്ക് എന്ന് പറയുന്നത് കംപ്രഷൻ വേവ് ആണ് അല്ലെ. നോർമൽ ഷോക്ക് എന്ന് പറയുന്നത് കംപ്രഷൻ വേവ് ആണെന്ന് പറഞ്ഞിട്ട് ദാറ്റ് മീൻസ് പ്രഷറൈസ്ഡ്. കംപ്രഷൻ മീൻസ് പ്രഷറൈസ്ഡ് ആയിട്ട് മാറുകയാണ്. സോ ഓൾവേസ് എന്തായിരിക്കും പ്രഷർ ഇൻക്രീസ്ഡ് ആവുക ചെയ്യാം. ടോട്ടൽ പ്രഷർ എക്സിറ്റ് കണ്ടീഷനിൽ എൻട്രി കണ്ടീഷനിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റിംഗ് ഇൻക്രീസ്. സോ പ്രഷർ റേഷ്യോ അക്രോസ് ഷോക്ക് ഈസ് an indication of strength of shock wave. സോ എത്രത്തോളം പ്രഷർ റേഷ്യോ കൂടുന്നു, അത്രത്തോളം എക്സിറ്റ് കണ്ടീഷനിൽ പ്രഷർ കൂടുന്നു, അത്രത്തോളം എന്താണ് കംപ്രഷൻ പ്രോസസ്സ് സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ ആ ഷോക്ക് വേവ് സ്ട്രെങ്തൻ ആണ്. സോ പ്രഷർ റേഷ്യോന്റെ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യും. പ്രഷർ റേഷ്യോന്റെ വാല്യൂ വെച്ച് നമുക്ക് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും, എത്രത്തോളം അതിന് ഇൻബിറ്റ്വീൻ ആയിട്ട് നോർമൽ ഷോക്ക് എന്ന് പറയുന്നത് എത്രത്തോളം സ്ട്രോങ് ആണ്, അല്ലെ ആ ഷോക്ക് വേവിന്റെ സ്ട്രെങ്ത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഇനി ഒരു പാരാമീറ്റർ തന്നെ വരുന്നുണ്ട് ഇതിന് ശേഷം നമ്മൾ സ്ട്രെങ്ത് ഓഫ് ഷോക്ക് വേവ് എന്നൊരു പോർഷൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, സപ്പോസ് ഇനീഷ്യൽ മാക് നമ്പർ യൂണിറ്റി ആണെങ്കിൽ 1 ആണെങ്കിൽ പ്രഷർ റേഷ്യോ 1 ആയിരിക്കും. ഓക്കെ, ഇനീഷ്യൽ മാക് നമ്പർ സപ്പോസ് 1 ആണെങ്കിൽ പ്രഷർ റേഷ്യോ 1 ആയിരിക്കും. പ്രഷർ റേഷ്യോയിൽ വേരിയേഷൻ വരില്ല. ഇൻലെറ്റ് പ്രഷർ ഔട്ട്ലെറ്റ് പ്രഷർ ഒക്കെ സെയിം ആയിരിക്കും. ബട്ട് ഇൻസിഡന്റ് മാക് നമ്പർ ഇൻക്രീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇൻലെറ്റ് മാക് നമ്പർ ഇൻക്രീസ് ചെയ്ത് വരുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, സ്ട്രെങ്ത് ഓഫ് കംപ്രഷൻ വേവ് ഇൻക്രീസ് ആണ്. സോ ഇൻലെറ്റ് മാക് നമ്പർ M1 വാല്യൂ കൂടി വരുന്നതനുസരിച്ച് സ്ട്രെങ്ത് ഓഫ് എന്ത് കൂടും, ഷോക്ക് വേവിന്റെ സ്ട്രെങ്ത് കൂടും. ഷോക്ക് വേവിന്റെ സ്ട്രെങ്ത് കൂടുക എന്ന് പറയുന്നത് കംപ്രഷൻ മോർ compressed down, compression state process will be so more severe out, then pressure ratio അതിനനുസരിച്ച് increased ആവും. That means downstream pressure എന്ന് പറയുന്നത് upstream pressure-നേക്കാൾ വെരി മച്ച് ഹയർ ആയിട്ട് മാറും. ഇനി ഈ പ്രഷർ റേഷ്യോ കിട്ടാൻ വേണ്ടി നമ്മൾ ബേസിക് ആയിട്ട് എടുക്കുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള മൊമെന്റം ഇക്വേഷൻ ആണ്. ഓക്കെ, കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇക്വേഷൻ ഫോർ നോർമൽ ഷോക്ക് നമ്മൾ ഓൾറെഡി ഗവേണിംഗ് ഇക്വേഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. സോ മൊമെന്റം ഇക്വേഷൻ എന്തായിരുന്നു, P1 plus ρ1 V1 square is equal to P1 plus ρ1 V1 square equal to P1 plus ρ1 V1 square equal to P2 plus ρ2 V2 square ആണ്. So P1 plus ρ1 V1 square equal to P2 plus ρ2 V2 square ആയിരുന്നു പ്രഷർ റേഷ്യോ അക്രോസ് ദ നോർമൽ ഷോക്ക്. ഇനി ഇതിന്റെ അകത്ത് ρ1 V1 square ഈ ടേമിനെ നമ്മൾ റോ വി സ്ക്വയർ എന്ന ടേമിനെ നമ്മൾ മാക് നമ്പറിന്റെ ടേംസിലേക്ക് ഇങ്ങനെ എഴുതാൻ നോക്കാം. ഓക്കെ, ഈ റോ വി സ്ക്വയറിനെ നമ്മൾ മാക് നമ്പറിന്റെ ടേംസിലേക്ക് എഴുതാം. സോ ഇനീഷ്യലി എന്താ റോ വി സ്ക്വയർ വന്നു, റോ എന്താ P/RT ആണ്. ഫ്രം ഏത് നമ്മുടെ നോർമൽ ഗ്യാസ് റിലേഷന്റെ അകത്ത് റോ എന്ന് പറയുന്നത് P/RT ആണ്. സോ P/RT ഇൻറ്റു വി സ്ക്വയർ. സോ ദെൻ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് ആഡ് ചെയ്യുന്നു, ഗാമ ആഡ് ചെയ്യുന്നു. സോ ഗാമ പി ഡിവൈഡ് ബൈ ഗാമ RT വി സ്ക്വയർ. ഗാമ RT എന്ന് പറയുന്നത് എന്തായിരുന്നു, വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. ഓക്കെ, വെലോസിറ്റി ഓഫ് സൗണ്ട് വി എ സ്ക്വയർ വരും. സോ ഗാമ പി ഇൻറ്റു എം സ്ക്വയർ വരും. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു ഗാമ പി ഇൻറ്റു എം സ്ക്വയർ. അവിടെ എവിടെയെങ്കിലും മനസ്സിലാവാത്ത പ്രശ്നമുണ്ട് ചോദിക്കണേ. ഞാൻ പറഞ്ഞു പോകുന്നത് സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് ഡെറിവേഷൻ അങ്ങനെ പോകുന്നത്. ഓക്കെ, ഹലോ ഉറങ്ങിപ്പോയാ? ഹലോ 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 എന്താ അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, ഇതിന് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളതാണ്. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞു, P1 പ്ലസ് ആ മൊമെന്റ് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്തു, റോ വി സ്ക്വയറിനെ മാക് നമ്പറിന്റെ ടേംസിലേക്ക് എടുത്ത് എഴുതി എന്ത് വരും, P1 പ്ലസ് ഗാമ P1 M1 സ്ക്വയർ ഈക്വൽ ടു P2 പ്ലസ് ഗാമ P2 M2 സ്ക്വയർ. സോ P1 കോമൺ ആയിട്ട് പുറത്തെടുത്ത് എന്ത് വരും, P1 ഇൻറ്റു 1 പ്ലസ് ഗാമ M1 സ്ക്വയർ പ്ലസ് P2 ഇൻറ്റു 1 പ്ലസ് ഗാമ M2 സ്ക്വയർ. ഇനി ഈ റേഷ്യോയില് നമ്മൾ ഓൾറെഡി M2 സ്ക്വയറിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ, ഡൗൺ സ്ട്രീം മാക് നമ്പറിന് ഓൾറെഡി ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യും, ഈ ടോട്ടൽ ഇക്വേഷൻ കംപ്ലീറ്റ്ലി പ്രഷർ റേഷ്യോ ആണല്ലോ P2 by P1. കംപ്ലീറ്റ് പ്രഷർ റേഷ്യോ ഏതിന്റെ ടേംസിലേക്ക് വരും, M1 ടേംസിലേക്ക് വരും.
ഓൾറെഡി പറഞ്ഞു എല്ലാ റേഷ്യോസും നമ്മൾ എടുക്കുന്നത് ഇൻസിഡന്റ് മാക് നമ്പർ അറിഞ്ഞാൽ ബാക്കി റേഷ്യോസ് ഒക്കെ കണ്ടുപിടിക്കാം. ഒരു പർട്ടിക്കുലർ ഗാമക്ക്, പർട്ടിക്കുലർ കോൺസ്റ്റന്റ് ഗാമക്ക് നമുക്ക് ഇൻസിഡന്റ് മാക് നമ്പർ അറിയാം. നമുക്ക് ഇൻസിഡന്റ് മാക് നമ്പർ അറിഞ്ഞാൽ നമുക്ക് ബാക്കി പ്രഷർ റേഷ്യോ, ടെമ്പറേച്ചർ റേഷ്യോ, വെലോസിറ്റി റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇക്വേഷൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് ഈ M2 നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്ത് M1 ലേക്ക് ആക്കുന്നു. സോ ഓൾറെഡി വി ഹാവ് M2 സ്ക്വയർ ഇക്വേഷൻ ഫ്രം ഡൗൺ സ്ട്രീം മാക് നമ്പർ, right? So then M2 square equation 1 plus gamma M2 square is equal to, so 1 plus gamma M2 square is equal to 1 plus gamma into M2 square equation downstream mac number equation 2 by gamma minus 1 plus M1 square and 2 by gamma minus 1 plus M1 square divided by 2 gamma divided by gamma minus 1 M1 square minus 1 ആണ്. ഓക്കെ, ഇനി ഇതിനെയൊക്കെ സോൾവ് ചെയ്തുകൊണ്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് വലിയ ഡിഫിക്കൽട്ടി സ്റ്റെപ്പ് അല്ല, ഇതിന്റെ സിംപ്ലിഫൈ ചെയ്ത മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ് കംപ്ലീറ്റ് ആയിട്ട്. ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഈ ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത ഇക്വേഷൻ തരും 2 ഗാമ ബൈ ഗാമ മൈനസ് 1 M1 സ്ക്വയർ മൈനസ് 1 പ്ലസ് ഗാമ ഇൻറ്റു 2 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 പ്ലസ് M1 സ്ക്വയർ. അതായത് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിന്റെ ന്യൂമറേറ്റർ ടേം ദെൻ ഡിനോമിനേറ്ററിൽ 2 gamma divided by gamma minus 1 into M1 square minus 1 വരും. ഓക്കെ, ക്ലിയർലി സ്റ്റെപ്പ്? എന്തെങ്കിലും ഡിഫിക്കൽട്ടി തോന്നുന്നത് പറയണം. അത് കമന്റ് ചെയ്താൽ ഞാൻ കാണൂല, ഐക്കോൺ ചെയ്തിട്ടാണ് സംസാരിക്കുക. ഇനി ഡെറിവേഷൻ ആണെന്ന് വെച്ചിട്ട് ഓഫാക്കി വെച്ചിട്ട് പോകും വേണ്ട, ആവശ്യമുള്ള ഡെറിവേഷൻസ് ആണ്, പിന്നെ നോക്കി ഒന്നും തിരിയാത്ത അവസ്ഥയിലേക്ക് പോകും. ഇനി ഈ സ്റ്റെപ്പിന് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ വരും, ഇതിന്റെ അകത്തിന്റെ M1 ടേംസിനെയൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് ഒന്നിച്ചാക്കി, ഈ M1 സ്ക്വയർ വരുന്ന ടേംസിനെയൊക്കെ കളക്ട് ചെയ്ത് ഒന്നിച്ചാക്കി. സോ അങ്ങനെ വരുമ്പോ എന്തായി, M1 സ്ക്വയർ ഇൻറ്റു M1 സ്ക്വയറിനെയൊക്കെ കളക്ട് ചെയ്ത് എന്തായി, M1 സ്ക്വയർ ഇൻറ്റു 2 ഗാമ ബൈ ഗാമ മൈനസ് 1 പ്ലസ് 1 വരും. 1 അല്ല ഗാമ, ഇവിടെ ഒരു പുറമെ ഒരു ഗാമ ഉണ്ട്, ഈ ഗാമ ഉണ്ട്, ഗാമ അതിന്റെ M1 സ്ക്വയർ ആണ്. സോ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 പ്ലസ് ഗാമ into M1 square plus remaining terms in ഒന്നിച്ചാക്കിയ 2 gamma by gamma minus 1 വരും. ഡിനോമിനേറ്റർ സിമിലർ ആയിട്ട് അത് തന്നെ 2 gamma divided by gamma minus 1 M1 square minus 1. ഓക്കെ, ഇനി ഈ ടേമിനെ ഒന്ന് ക്രോസ് സോൾവ് ചെയ്യാണ്, സിംപ്ലിഫൈ ചെയ്തുകൊണ്ടിരുമ്പോൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയ ഇക്വേഷൻ വിൽ ബിക്കം ഗാമ പ്ലസ് 1 ഇൻറ്റു ഗാമ. ഓക്കെ, ന്യൂമറേറ്ററിൽ ഗാമ പ്ലസ് 1 ഇൻറ്റു, അതായത് ഗാമ മൈനസ് 1 ഇൻറ്റു ഗാമ എടുത്തു, പ്ലസ് ഈ 2 ഗാമയും കൂടി ചേർന്നാൽ ഫൈനലി ഇറ്റ് വിൽ ഇക്വേഷൻ ബിക്കം ഗാമ പ്ലസ് 1 ഇൻറ്റു ഗാമ, ഡിനോമിനേറ്ററിൽ ഗാമ മൈനസ് 1. ദെൻ ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് എന്ത് വരും, 2 ഗാമ മൈനസ് ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഫൈനലി ഇക്വേഷൻ വിൽ ബിക്കം ഗാമ പ്ലസ് 1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ദെൻ ഫസ്റ്റിന്റെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2 ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 M1 സ്ക്വയർ മൈനസ് 1. ഇനി ഇതിന്റെ അകത്ത് ഈ ന്യൂമറേറ്ററിൽ കോമൺ ആയിട്ട് ഗാമ പ്ലസ് 1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ഉണ്ട്, രണ്ട് ടേമിലും കോമൺ ആയിട്ട് ഗാമ പ്ലസ് 1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1. ഓക്കെ, അതിനടുത്ത് പുറത്തേക്ക് എടുത്താൽ എന്ത് വരും, ബ്രാക്കറ്റിന്റെ ഔട്ട് സൈഡിലേക്ക് എടുത്താൽ ഗാമ പ്ലസ് 1 ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു 1 പ്ലസ് M1 സ്ക്വയർ വരും, 1 പ്ലസ് ഗാമ M1 സ്ക്വയർ. 1 പ്ലസ് ഇവിടെ 1 ഇത് പുറത്ത് പോയ 1 വരും, ഇവിടെ റിമൈനിങ് ആയിട്ട് ഗാമ M1 സ്ക്വയർ ഉണ്ട്. സോ 1 പ്ലസ് ഗാമ M1 സ്ക്വയർ ഡിവൈഡ് ബൈ ഈ കോമൺ ഡിനോമിനേറ്റർ 2 ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 M1 സ്ക്വയർ മൈനസ് 1. ഓക്കെ, ഇനി ഫൈനലി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ 1 പ്ലസ് ഗാമ M2 സ്ക്വയറിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാണ് M1 ടേംസിലേക്ക്. 1 പ്ലസ് ഗാമ M2 സ്ക്വയറിന് M1 ടേംസിലേക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാണ്. ഇനി അതിനെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്തുണ്ട്, പ്രഷർ റേഷ്യോ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. അതിനെ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത P2 by P1 is equal to 2 ഗാമ, ഈ ഡിനോമിനേറ്റർ ഇതിനിപ്പുറത്ത് മുകളിലേക്ക് വരും, അത് എഴുതി നോക്കും തിരിയും കൃത്യമായി. ഇതൊന്ന് എഴുതി നോക്കണം, ഇത് ക്ലാസ് കേട്ടിരുന്നിട്ട് കാര്യമില്ല, നിങ്ങളായിട്ടൊന്ന് എഴുതി നോക്കാതെ ഫുള്ള് സ്റ്റെക്കായി പോകും അവിടെ എവിടെയും. ഓരോ സ്റ്റെപ്പും എഴുതി നോക്കാതെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നോട്ടിൽ നിങ്ങളായിട്ടാണ് നിങ്ങളെ നോട്ടിൽ ഒന്ന് ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഒന്ന് എഴുതി നോക്കുക. 2 ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 M1 സ്ക്വയർ മൈനസ് 1 ഇൻറ്റു 1 പ്ലസ്, അതായത് 1 പ്ലസ് ഗാമ M2 സ്ക്വയറിനാണ് ഈ ടേം ഉണ്ടാക്കിയത് നമ്മൾ.
1 plus gamma m2 square. ഡിനോമിനേറ്ററിൽ വരുന്ന 1 plus gamma m2 square ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? ഈ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 എം സ്ക്വയർ m1 സ്ക്വയർ മൈനസ് 1 എന്ത് ചെയ്യും? മുകളിലേക്ക് പോകും. റിമൈൻഡർ ടേം താഴെ ഉണ്ടാവും. 2 ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 m1 സ്ക്വയർ മൈനസ് 1 into 1 plus gamma m1 square divided by gamma plus 1 divided by gamma minus 1 into 1 plus gamma m1 square. Finally, ഇതിനെ ഒന്ന് സോൾവ് ചെയ്താൽ ഈ ഇക്വേഷൻസ് ആണ് എന്ത് ഗ്യാസ് ടേബിൾ ഉണ്ടാവുക. നിങ്ങളെ ന്യൂമറിക്കൽ ആപ്ലിക്കേഷൻ ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഫൈനലായിട്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും ഉണ്ടാവുക. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ആ ഗാമാന്റെ ടേംസ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഫൈനൽ ഇക്വേഷൻ വിൽ ബി, ഇത് ഡാറ്റാ ഗ്യാസ് ടേബിളിന്റെ ഇക്വേഷൻ ആണ്. 2 ഗാമ ബൈ ഗാമ പ്ലസ് 1 m1 സ്ക്വയർ, അതായത് ഈ 1 പ്ലസ് ഗാമ m1 സ്ക്വയറും 1 പ്ലസ് ഗാമ m1 സ്ക്വയർ എന്തായി? ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ ഈ ഗാമ പ്ലസ് 1 ബൈ ഗാമ മൈനസ് 1 ഈ രണ്ട് ന്യൂമറേറ്ററിൽ ഈ രണ്ട് ടേമിനും കോമൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഫൈനലി ഇക്വേഷൻ തരും 2 ഗാമ ഡിവൈഡ് ബൈ ഗാമ പ്ലസ് 1 m1 സ്ക്വയർ മൈനസ് ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ ഗാമ പ്ലസ് 1. ദിസ് ഈസ് ദ പ്രഷർ റേഷ്യോ. ഈ പറഞ്ഞത് ക്ലിയർ ആണോ? പറഞ്ഞേ. കുറെ ഗാമ M1 ഗാമ M1 ഇത് അങ്ങനത്തോളം ഒരു 3-4 ഡെറിവേഷൻ ഇങ്ങനെയാണ്. മുട്ടിയുടെ ഏകദേശം ലാസ്റ്റ് അതിനെ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട്. ബാക്കി സെച്ച് ഇതുപോലെ തന്നെയാണ്, ഉള്ള ഡെറിവേഷൻസ് ആണ്. രാഹുൽ ക്ലാസ്സിലുണ്ടോ? രാഹുൽ രാഹുൽ മനസ്സിലായില്ലോ പറഞ്ഞത് ചെയ്തത്? ഡെറിവേഷൻ കുറച്ചായി പോകുന്നു. അല്ല, ഈ നോക്കണം കുറച്ച്. സ്റ്റെപ്പ് ചെയ്തതിലെവിടെ ഡൗട്ട് ഉണ്ടോ? ഇല്ല, പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇൻ ബിറ്റ്വീൻ എനിക്ക് ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആവാതിരുന്നെങ്കിൽ ആ സ്പോട്ടിൽ ചോദിച്ചു കേട്ടോ, അതായിരിക്കും നല്ലത്. നിങ്ങൾ ലാസ്റ്റിലേക്ക് ബേർഡൻ ആയിട്ട് കൊണ്ടുപോകണം. ഏതെങ്കിലും സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ക്ലിയർ ആവാതിരുന്നെങ്കിൽ. കാർത്തികിന് എക്സാം ആയിരുന്നു. കാർത്തിക് ഉണ്ടോ? കാർത്തിക് നമ്പ്യാർ ഉണ്ട് സാർ. കാർത്തിക് എന്താ മനസ്സിലാവുന്നുണ്ടോ? എന്റെ പക്ഷെ നെറ്റ് വൺ ഷോക. എനിക്ക് എപ്പോ നെറ്റ് ഇഷ്യൂ ആണോ? അമ്മ ഇന്ന് പിന്നെ തൊട്ടേണ്ട, ഇപ്പൊ ഇന്ന് ഫുൾ ഇതാ. അമൽ കെ സന്തോഷ് ഉണ്ടോ? തിരിയുന്നുണ്ടോ? ഡെറിവേഷൻ തിരിയുന്നില്ല. ബാക്കിയെല്ലാം നോക്കണോ? ജസ്റ്റ് നോക്കിയാൽ നോക്കണം. അതായത് പറഞ്ഞ നോക്കാതിരിക്കരുത്. നോക്ക്. നെക്സ്റ്റ് ഡെറിവേഷൻ അറിയുന്നത് ഇതുപോലെ കുറെ ഡെറിവേഷൻസ് ആണ്. ഇത് ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞത്? പ്രഷർ റേഷ്യോ ഡെറിവേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ടെമ്പറേച്ചർ റേഷ്യോ. ഓൾറെഡി ഞാൻ ഇൻട്രൊഡക്ഷനിൽ ഷോക്ക് വേവിന്റെ ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഷോക്ക് വേവിലൂടെ നോർമൽ ഗ്യാസ് ഫ്ലോ കടന്നു പോകുമ്പോൾ എന്തായിരിക്കുക? ഐസെൻട്രോപിക് കംപ്രഷൻ അല്ല, അതിന് കമ്പയർ ചെയ്ത് വരുമ്പോൾ എന്ത് നോർമലി അഡിയാബാറ്റിക് കംപ്രഷൻസ് ആണ് നടക്കുന്നത്. ടെമ്പറേച്ചർ കൂടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? എൻട്രോപ്പി കൂടും, ടെമ്പറേച്ചർ എനർജി ലോസസ് വന്നിട്ട് ടെമ്പറേച്ചർ കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. Right? But stagnation temperature നമ്മൾ already explained ആണ്. Stagnation temperature T01, T02 ഒക്കെ constant ആയിരിക്കും. Okay? So since shock process is irreversible, kinetic energy of gas after crossing the shock is lower than that of isentropic compression, having the same pressure ratio. I പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് നേരിടും. ടെമ്പറേച്ചർ റേഷ്യോ എടുക്കുമ്പോൾ T2 by T1 ആണല്ലോ ടെമ്പറേച്ചർ റേഷ്യോ. T2 എന്ന് പറയുന്നത് അപ്സ്ട്രീം കണ്ടീഷനിലെ, T1 എന്ന് പറയുന്നത് T1 upstream, T2 downstream condition. T2 means exit condition, T1 entry condition. So T2 by T1 is the temperature ratio. So T2 by T1 is equal to stagnation temperature introduce ചെയ്തിട്ട് term just convert ചെയ്ത്
T2 by T02 into T0. അതായത് മുകളിലും താഴെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ ആഡ് ചെയ്താണ്. ബട്ട് സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ എന്താ T01 എൻട്രിയിലും എക്സിറ്റിലൊക്കെ സിമിലർ ആണ്. ഓക്കെ, T2 by T02 സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ മാത്രമാണ് സിമിലർ ആയിട്ടുള്ളത്. സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ സ്റ്റാഗ്നേഷൻ എന്തായാലും പ്രഷറിലൊക്കെ വേരിയേഷൻ വരും. സ്റ്റാഗ്നേഷൻ പ്രഷറിലൊക്കെ വേരിയേഷൻ വരും. T2 divided by T02 into T01 divided by T1. Okay, then T2 by T02 നമുക്ക് ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്. സോറി, T01 by നമുക്ക് ഐസോട്രോപിക് ഫ്ലോ എഴുതുന്ന സമയത്ത് ഓൾറെഡി വി ഹാവ് വൺ റിലേഷൻ. ഓക്കെ, 1 പ്ലസ് ഗാമ മൈനസ് 1 അത് സ്റ്റാഗ്നേഷനും സ്റ്റാറ്റിക് ടെമ്പറേച്ചറും സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ. ഇക്വേഷൻ വാസ് 1 പ്ലസ് ഗാമ മൈനസ് 1 by 2 m സ്ക്വയർ ആണ്. സോ T01 by T1 ആണ് എന്ത്, ഇത് രണ്ടും കൂടി അറേഞ്ച് ചെയ്ത് എഴുതി വരുമ്പോൾ 1 പ്ലസ് ഗാമ മൈനസ് 1 by 2 m1 സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് ഗാമ മൈനസ് 1 by 2 m2 സ്ക്വയർ വരും. ഇനി ഇവിടെ എന്നിട്ട് നമ്മൾ എപ്പോഴും നോക്കുന്നത് ഓർമ്മിച്ചാൽ മതി, ടെമ്പറേച്ചർ റേഷ്യോസിനെയൊക്കെ അല്ലെങ്കിൽ ഏത് റേഷ്യോ എടുത്താലും M1 ടേംസിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. ഓക്കെ, ഏത് റേഷ്യോ ആയാലും M1 ടേംസിലേക്ക് കൊണ്ടുവരാനാണ് നോക്കുന്നത്. സോ എന്തിനാ നമ്മൾ റിമൂവ് ചെയ്യണം, M2 സ്ക്വയറിന് റിമൂവ് ചെയ്യണം. സോ M2 സ്ക്വയർ നമുക്ക് വി ഹാവ് ഓൾറെഡി വൺ ഇക്വേഷൻ റിലേറ്റിംഗ് ഫോർ M2 സ്ക്വയർ. Okay, so new denominator equation M2 നമ്മൾ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്താൽ ഓൾറെഡി വി ഹാവ് വൺ ഇക്വേഷൻ. M2 സ്ക്വയറിന് ഓൾറെഡി നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. സോ M2 സ്ക്വയർ വരുന്ന ഇക്വേഷൻ എന്താ, 1 പ്ലസ് ഗാമ മൈനസ് 1 by 2 M2 സ്ക്വയർ. അതിനെന്ത് ചെയ്തു, M2 സ്ക്വയർ ഇക്വേഷൻ അപ്ഡേറ്റ് ചെയ്തു. 1 പ്ലസ് ഗാമ മൈനസ് 1 by 2 M2 സ്ക്വയറിന് പകരം 2 by ഗാമ മൈനസ് 1 പ്ലസ് M1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 M1 സ്ക്വയർ മൈനസ് 1. ഓൾറെഡി ഡൗൺ സ്ട്രീം മാക് നമ്പറിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ്, അവിടെ നിന്ന് എടുത്ത് എഴുതിയതാണ്. ഇതിനെ ഒന്ന് സിമിലർലി നേരത്തെ ചെയ്ത പോലെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഗാമ ബൈ ഗാമ മൈനസ് 1 M1 സ്ക്വയർ മൈനസ് 1 പ്ലസ് ഗാമ മൈനസ് 1 by 2 ഇൻറ്റു 2 by ഗാമ മൈനസ് 1 പ്ലസ് M1 സ്ക്വയർ. കോമൺ ആയിട്ട് ഇത് കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് വരും. എന്ത്, 2 ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 M1 സ്ക്വയർ മൈനസ് 1 വരും. ഇനി ഇതിനൊന്നുകൂടി സോൾവ് ചെയ്ത് ഇനി എങ്ങോട്ടേക്ക് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമേ എന്തെങ്കിലും വേറെ എവിടെ നിന്നൊക്കെ റിലേഷൻ എടുത്തിട്ട് കണക്ട് ചെയ്യാനുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് എല്ലാം സോൾവ് ചെയ്ത് ഫൈനലായിട്ടുള്ള ഇക്വേഷനിൽ എത്തിക്കുകയാണ് മാത്തമാറ്റിക്കലി. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താ, M1 ടേംസിലേക്ക് പുറത്തേക്ക് കിട്ടും. M1 ടേംസിലേക്ക് കളക്ട് ചെയ്തിട്ട് കോമൺലി ഔട്ട് സൈഡ് എടുത്തു. M1 സ്ക്വയറിന് എടുത്ത് പുറത്തിട്ട ബാക്കി 2 ഗാമ ബൈ ഗാമ മൈനസ് 1 ഇവിടെ എന്ത് വരും, ഗാമ മൈനസ് 1 ഡിവൈഡ് ബൈ 2 വരും. ഈ M1 കറസ്പോണ്ടിങ് ആയിട്ട് ഗാമ മൈനസ് 1 by 2, ഈ M1 സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ഗാമ ബൈ ഗാമ മൈനസ് 1. ദെൻ റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു മൈനസ് 1 ഉണ്ട്, -1. ഇനി ഗാമ മൈനസ് 1 by 2 into 2 by ഗാമ മൈനസ് 1 ആയി 2 2 ക്യാൻസൽ ആയി, ഗാമ മൈനസ് 1 ക്യാൻസൽ ആയി, ഫൈനലി 1 വന്നു. സോ -1 plus 1 ഡിവൈഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ 2 ഗാമ ഡിവൈഡ് ബൈ ഗാമ മൈനസ് 1 M1 സ്ക്വയർ മൈനസ് 1. Okay, then -1 plus 1 cancel ആയി, remaining terms will be, ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്തു. അതായത് ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 4 ഗാമ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത 4 ഗാമ പ്ലസ് ഗാമ മൈനസ് 1 ഹോൾ സ്ക്വയർ. സോ 4 ഗാമ പ്ലസ് ഗാമ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്താ, നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന മാത്തമാറ്റിക്കൽ റിലേഷൻ ആണല്ലോ. 4 ഗാമ പ്ലസ് ഗാമ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഗാമ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, 4 ഗാമ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഗാമ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്. അത് A പ്ലസ് ബി ഹോൾ സ്ക്വയർ A മൈനസ് ബി ഹോൾ സ്ക്വയറിനൊക്കെ റിലേറ്റഡ് ആയിട്ട് കുറെ മാത്തമാറ്റിക്കൽ റിലേഷൻസ് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്നത്, അതൊക്കെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. സോ 4 ഗാമ പ്ലസ് ഗാമ മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഗാമ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് ഇൻറ്റു M1 സ്ക്വയറും ഈ കോമൺ ഡിനോമിനേറ്റർ 2 ഇൻറ്റു ഗാമ മൈനസ് 1. Then divide by this denominator, already exists in the denominator, 2 gamma divided by gamma minus 1 M1 square minus 1. Okay, then നമുക്ക് എന്ത് കിട്ടി, 1 plus gamma minus 1 M2 സ്ക്വയറിന് M1 സ്ക്വയറിന്റെ ടേംസിലേക്ക് ഒരു റിലേഷൻ കിട്ടി. ഇനി ഇതെന്ത് ചെയ്തു, ടെമ്പറേച്ചർ റേഷ്യോയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻ എന്തായിരുന്നു, 1 plus gamma minus 1 by 2 M1 square divided by 1 plus gamma minus 1 by 2 M2 square ആണ്. ഈ 1 plus gamma minus 1
ബൈ ടു M2 സ്ക്വയറിനാണ് എന്ത് നമ്മൾ കണ്ടുപിടിച്ചത് M1 ടേംസിൽ റിലേഷൻ കണ്ടുപിടിച്ചത്. അത് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ P2 by T1 is equal to 1 plus gamma minus 1 by 2 M1 square. അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതാണ്. രണ്ട് ടേം ഇടാന്ന് പറയുന്നത് ഈ ഡിനോമിനേറ്റർ പാർട്ട് റേഷ്യോ എടുക്കുമ്പോൾ ന്യൂമറേറ്ററിലേക്ക് പോകും. 2 gamma divided by gamma minus 1 M1 square minus 1 divided by gamma plus 1 whole square divided by 2 into gamma minus 1 M1 square. Okay. So this is the final equation. Temperature ratio and final equations. T2 by T1 1 plus gamma minus 1 by 2 M1 square into 2 gamma by gamma minus 1 M1 square minus 1 divided by gamma plus 1 whole square divided by 2 into gamma minus 1 M1 square. Okay. Next നോക്കാനുള്ളത് എന്തൊക്കെയായി ഡൗൺസ്ട്രീം മാക് നമ്പർ നോക്കി, വെലോസിറ്റി റേഷ്യോ, ഡെൻസിറ്റി റേഷ്യോ, പ്രഷർ റേഷ്യോ, ടെമ്പറേച്ചർ റേഷ്യോ. Then next one is stagnation pressure ratio. Already explained ചെയ്തു. Stagnation ടെമ്പറേച്ചറിൽ നമുക്ക് വേരിയേഷൻ ഉണ്ടാവില്ല. സ്റ്റാഗ്നേഷൻ എന്താൽപ്പി സിമിലർ ആയിരിക്കും, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറും സിമിലർ ആയിരിക്കും അക്രോസ് ദ നോർമൽ ഷോക്ക്. പക്ഷേ സ്റ്റാഗ്നേഷൻ പ്രഷറിന്റെ കാര്യത്തിൽ വരുമ്പോൾ വേരിയേഷൻ വരും. ഓക്കെ, സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ across the normal shock is an indication of irreversibility caused due to discontinuity. Already പറഞ്ഞാണ് ഒരു ഫ്ലോ നടക്കുന്നതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഡിസ്കണ്ടിന്യൂറ്റി മീൻസ് ഒരു ഷോക്ക് വേവ്, അതിനാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. സോ ഒരു ഷോക്ക് വേവ് വരുമ്പോൾ എന്തായി ഫ്ലോ റിവേഴ്സിബിൾ ആവാതെ നേരെ എന്താവും ഇറിവേഴ്സിബിൾ ആവും. സോ എത്രത്തോളം സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ വേരി ചെയ്യുന്നു എന്ന് കാണിച്ചാൽ നമുക്ക് എത്രത്തോളം അതിന്റെ ഇറിവേഴ്സിബിലിറ്റിന്റെ ഒരു ഇൻഡിക്കേഷൻ ഒരു ലെവൽ കിട്ടും. ഓക്കെ, എത്രത്തോളം ഫ്ലോ ഇറിവേഴ്സിബിൾ ആകുന്നു. സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ across a normal shock will used to indicate the irreversibility caused due to discontinuity. So stagnation pressure ratio എന്ന് പറയുന്നത് എന്താ? പ്രഷർ റേഷ്യോ P2 by P1 ആണെങ്കിൽ സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ എന്ന് പറയുന്നത് P02 by P01 ആണ്. P02 by P01 ആണ്. Okay, so it can be obtained from the isotropic stagnation pressure ratio and pressure ratio across the shock. ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ ഉണ്ടാക്കാൻ നമുക്ക് എന്ത് വേണം? ഒന്ന് നമ്മൾ ഓൾറെഡി ഐസെൻട്രോപിക് ഫ്ലോയിൽ ഉണ്ടാക്കിയ റിലേഷൻ P0 by P, സ്റ്റാഗ്നേഷനും സ്റ്റാറ്റിക് കണ്ടീഷനും കൂടി ഉണ്ടാക്കിയ പ്രഷർ റേഷ്യോ. ഈ സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ അക്രോസ് നോർമൽ ഷോക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാഗ്നേഷൻ ടു സ്റ്റാറ്റിക് പ്രഷർ റേഷ്യോ ഇൻ കേസ് ഓഫ് ഐസെൻട്രോപിക് ഫ്ലോ, ദാറ്റ് ഈസ് 1 plus gamma minus 1 by 2 M square all raised to gamma by gamma minus 1. Second one is pressure ratio. Okay, and also shock wave equation pressure ratio derived is last condition. Now already മുമ്പിലെ സൈഡ് ഏതാണ്? ഓക്കെ ജിഷ്ണു. ഓക്കെ സാർ. ഹലോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ കണ്ടുപിടിക്കണം എന്ത് വേണം? നോർമലി നമുക്ക് ഓൾറെഡി ഡിറൈവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടില്ല സ്റ്റാഗ്നേഷൻ സ്റ്റാറ്റിക്കും തമ്മിലുള്ള റേഷ്യോ, ഞാൻ പ്രഷർ റേഷ്യോന്റെ വാല്യൂ വേണം. ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച പ്രഷർ റേഷ്യോന്റെ ഇക്വേഷൻ വേണം. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ടെമ്പറേച്ചർ റേഷ്യോ കണ്ടുപിടിച്ച പോലെ T2 by T1 എടുത്തു. അതുപോലെ ഇവിടെ കണ്ടുപിടിക്കേണ്ട P02 by P01 ആണ് സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ, P02 by P01. സോ അതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? P02 by P2 into P2 by P1 into P1 by P01. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും P2 P1 കൂടി ആഡ് ചെയ്തതാണ്. സോ ഇതെന്തായി? സിമിലർലി ഈ റിലേഷനായി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച പ്രഷർ റേഷ്യോ റിലേഷനായി. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് നമ്മൾ കണ്ടുപിടിക്കുക? സ്റ്റാഗ്നേഷൻ പ്രഷർ റേഷ്യോ കണ്ടുപിടിക്കുക. ഓക്കെ, ഫൈനലി ഇക്വേഷൻ തരും P02 by P2 നും P1 by P01 കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? 1 plus gamma minus 1 by 2 M2 square divided by 1 plus gamma minus 1 M1 square all raised to gamma by gamma minus 1. And already നമ്മൾ കണ്ടുപിടിച്ച പ്രഷർ റേഷ്യോ
V2 by V1 2 gamma divided by gamma plus 1 M1 square minus gamma minus 1 divided by gamma plus 1. Okay. And equation contains similarly നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മെത്തേഡ് M2 ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഷിഫ്റ്റ് ചെയ്ത് M1 ലാക്കണം. ഓക്കെ, M2 ടേം ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കൺവേർട്ട് ചെയ്ത് M1 ലേക്ക് കൊണ്ടുവരണം. ഏത് റേഷ്യോ ആയി നിങ്ങൾ ഡെറൈവ് ചെയ്യുമ്പോൾ ആദ്യം ചിന്തിക്കുക M1 ടേംസിലേക്കാണ് നമുക്ക് ഫൈനൽ ഇക്വേഷൻ വരേണ്ടത്. M2 ഇക്വേഷൻ ഡൗൺ സ്ട്രീം മാക് നമ്പറിന്റെ ഇക്വേഷൻ ഉണ്ട്, അത് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, സോ M2 സ്ക്വയറിന് വരെ അതിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരും ഗാമ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഗാമ 2 into ഗാമ മൈനസ് 1 M1 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഗാമ ഡിവൈഡ് ബൈ 2 ഗാമ ബൈ ഗാമ മൈനസ് 1 M1 square minus 1 divided by 1 plus gamma minus 1 by 2 M1 square all raised to gamma by gamma minus 1 into 2 gamma divided by gamma plus 1 M1 square minus gamma minus 1 by gamma plus 1. ഇവിടെ ഒരു അവർ കൂടി എനിക്കുണ്ട്, അഞ്ചാമത്തെ ഒരു അവർ കൂടി ഉണ്ട്. നമുക്ക് ഇത് അന്നേരം കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, തുടങ്ങിയാൽ അത് തീരില്ല. ഒരു അവർ കൂടി ഉണ്ട്. ഇതിന്റെ ബാക്കി നേരം പറയാം. ഓക്കെ, എല്ലാം കൂടെ ഒന്നിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കിളിപോയ അവസ്ഥയായിരുന്നു. പറയാതിരിക്കാനും പറ്റില്ല, ക്ലാസ് എടുക്കണല്ലോ. അപ്പൊ ഒന്ന് നോക്കുക. ഇത് ചെയ്തതിനു ശേഷം സ്ലൈഡ് വേണമെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ഈ ആഴ്ചത്തെ സ്ലൈഡ് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് തരാം. ബാക്കി ക്വസ്റ്റ്യൻ സെക്കൻഡ് മോഡ്യൂളിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഡെറിവേഷൻസ് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി നോക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. അഡ്രസ് പറഞ്ഞ അഭിരാം പ്രസന്റ് സാർ. അഭിൻ ജോഷി. അഭിൻ ജോഷി ഇല്ല. അഭിൻ ജോഷി എന്താണ് എപ്പോഴും അറ്റൻഡൻസ് വിളിക്കുമ്പോൾ മാത്രം ലെഫ്റ്റ് ആകുന്നു? നേരത്തെ വിളിക്കാണല്ലോ. ആദർശ് ആദർശ് അവന്റെ മൈക്കിന് എന്ത് പ്രശ്നമുണ്ട് സാറേ? അഭിൻ ജോഷിന്റെ ആദർശിൽ അക്ഷയ്ക്കും പ്രസന്റ് സാർ. ആൽബിൻ ആൽബിൻ അമൽ കെ പി പ്രസന്റ് സാർ. അമൽ കെ സന്തോഷ് പ്രസന്റ് സാർ. അമലൻ പ്രസന്റ് സർ. അനന്തു അനുരാഗ് ആശ്രയ് അശ്വിൻ പ്രസന്റ് സാർ. ഭഗത് പ്രസന്റ് സാർ. ജിജിൻ പ്രസന്റ് സാർ. റസീദ്ദീൻ പ്രസന്റ് സാർ. ജിജോ ജിതിൻ ജിതിൻ കാർത്തികേയൻ പോയാ ഡിന്നറിന് മൃദുൽ 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 രാഹുൽ പ്രസന്റ് സാർ. സൂരജ് പ്രസന്റ് സാർ. സൗരവ് പ്രസന്റ്. ശ്രീരാഗ് പ്രസന്റ് സാർ. വൈശാഖ് പ്രസന്റ് സാർ. വൈഷ്ണവ് സി കെ പ്രസന്റ് സാർ. വൈഷ്ണവ് ബി കെ പ്രസന്റ് സാർ. വസീം പ്രസന്റ് സാർ. സുനിൽ പ്രസന്റ് സാർ. ജിഷ്ണു പ്രസന്റ് സാർ. ജിഷ്ണു മോഹൻ നിഖിൽ പ്രസന്റ് സാർ. രോഷിത് പ്രസന്റ് സാർ. വിഷ്ണു പ്രസന്റ് സാർ. തേജസ് സാർ. വേറെ ഉണ്ടോ? ആകാശ് ആകാശ്
അഭിനവ്, Present, sir. ഗോകുൽ, സച്ചിൻ. Present, sir. സച്ചിൻ. ഓക്കെ 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 ഓക്കെ. സോ എടുക്കാനുള്ള ഡെറിവേഷൻസ് ഇപ്പൊ ഇനി തുടങ്ങിയ വെച്ച ഡെറിവേഷൻസ് അടുത്ത പോലെ കംപ്ലീറ്റ് ചെയ്യാം. Then അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ഡെറിവേഷൻസ് കൂടിയുണ്ട്. അപ്ലോഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ എഴുതി സബ്മിറ്റ് ചെയ്യണേ. ഓട്ടോമാറ്റിക്കലി അത് പിന്നെ ആ ടൈം കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും. ടൈമിന് ചെയ്യുക. രണ്ട് അസൈൻമെന്റ് 2 ആയിട്ടും 22 ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുക.